വീണ്ടും ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ഒരു റിവ്യൂമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് വീണ്ടും നമ്മളൊരു പ്ലെയറിനെ അല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റന്റിനെ പരിശോധിക്കാനായിട്ട് പോവാണ്. അർജുനെയാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അർജുനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ബിഗ് ബോസിലാണെങ്കിൽ ആകമാനം അടിയാണ്, എല്ലാവരും രാജാവാകാനായിട്ട് നോക്കുകയാണ്. അവിടെ അടി, ഇവിടെ ഇടി, ഇവിടെ കലഹം, അവിടെ യുദ്ധം എന്നൊക്കെ പറയുന്ന ഭയങ്കര അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് എനിക്ക് വ്യത്യസ്തമായിട്ട് തോന്നിയ ഒരാള് അർജുനാണ്. അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരാൾ, അല്ലെങ്കിൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഒക്കെ ഉള്ള ഒരാൾ. അർജുൻ ഗെയിമുകൾ അടിപൊളിയായിട്ട് കളിച്ചാൽ ഒരു പക്ഷേ അർജുൻ ഈ നമ്മുടെ സീസൺ 3 മണിക്കൂട്ടൻ ഉണ്ടാക്കിയ ഇമ്പാക്റ്റോ അല്ലെങ്കിൽ സീസൺ 4 ബ്ലിസ്ലി ഉണ്ടാക്കിയ ഇമ്പാക്റ്റോ ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. ആള് ഭയങ്കര സൈലന്റ് ഒക്കെയാണ്. ബിഗ് ബോസിൽ സൈലന്റ് ആയിട്ടുള്ള ആളെ അല്ല വേണ്ടേ. പക്ഷേ ഒന്ന് ഗെയിംസിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ, മൈൻഡ് ഗെയിം കളിച്ചാൽ ഈ ക്വാളിറ്റി കീപ്പ് ചെയ്ത് ആൾക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് അവിടെ ഇവിടെ അടി നടക്കുന്ന ഒരു സീസണിൽ അത്യാവശ്യം മെച്ചപ്പെട്ട ഒരാളായിട്ട് നമുക്ക് ചിലപ്പോൾ അർജുനെ ഫീൽ ചെയ്തേക്കാം, നമുക്കല്ല ഓഡിയൻസിനെ ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം. രണ്ടാമത് ഞാൻ നോക്കാൻ പോകുന്ന ആള് ജാസ്മിൻ ആണ്. ജാസ്മിൻ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. ബിഗ് ബോസിൽ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ലേഡീസിൽ ഒരാൾ എന്ന് പറയാം. ഇപ്പൊ നമ്മൾ ജാസ്മിൻ മൂസയുടെ ഒക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ വേറൊരു സ്റ്റൈലായിരുന്നു. പക്ഷെ നമ്മൾ ഈ സീസൺ 5 ജാസ്മിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ജാസ്മിൻ നല്ല സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥിയാണ്. അതോടൊപ്പം തന്നെ നിലപാടുകളൊക്കെ വിളിച്ചു പറയുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ ജാസ്മിനും ഈ പറയുന്ന രീതിയിൽ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ഈ വട്ടം ഒരു അർഹിക്കുന്ന വിമൻ കണ്ടസ്റ്റന്റ് വിന്നറായിട്ട് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഈ രണ്ടുപേരുടെയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പരിശോധിച്ച് അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ ആൾക്കാരെ നോക്കാം. താങ്ക് യു.